എടുത്തു പറയാൻ പോയ സാധനങ്ങളുടെ വിലക്കയറ്റം എടുത്തു പറയാൻ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിണറായി വന്നാൽ എല്ലാം ശരിയാവും എന്നല്ലേ? ശരിയാക്കട്ടെ. ശരിയായിട്ടില്ല. അതുകൊണ്ടല്ലേ എത്ര തറപ്പിച്ച് സംസാരിക്കണം. മരുവാളും ചുറ്റിയൊക്കെ മാർക്സിസ്റ്റൊക്കെ വെറുതെയാണ്, ഒരു പ്രയോജനമില്ല. അവരെല്ലാ ഇതിലും കൈയിട്ട് വരികയാണേ, എല്ലാ ഭരണത്തിലും പോയിട്ട്. കാരണം പെൻഷൻ മുട്ടിയാൽ തന്നെ കുറേ ആൾക്കാർക്ക് എല്ലാ ഇപ്പോൾ വാർദ്ധക്യ പെൻഷനായാലും വിധവ പെൻഷനായാലും ഒക്കെ മുടങ്ങി നിൽക്കുകയല്ലേ. അതന്നെ ചെറിയ പരിപാടിയിലും വലിയ പരിപാടിയും ഈ വി കെ ശ്രീകണ്ഠ ഓടിയെത്താറുണ്ടല്ലേ. ഏറ്റവും മോശമായ ഭരണമാണ്. കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും മോശമായതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളില്ല, മറ്റ് പഞ്ചായത്തുകൾക്കൊന്നുമില്ല. വളരെ മോശമായതാണ്. അഴിമതിയില്ലാത്തൊരു മന്ത്രിസഭ കാണിച്ചു തരാൻ പറ്റും. അഴിമതി ആരോപണം ഇല്ലാത്ത ഒന്ന് കാണിച്ചു തരും. ഈ ട്രിപ്പ് നമുക്ക് BJPക്ക് ചെയ്യണം, നരേന്ദ്രമോദിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. സാധാരണക്കാരന് നീതി കിട്ടാത്ത കാലോടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും ഒരു മാറ്റം വരണം. ശ്രീകണ്ഠനും വന്നാൽ നന്നായിരിക്കും. ഇത് ജസ്റ്റ് ഇലക്ഷൻ ജയിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വയലാഭത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇതിലിപ്പോൾ വലിയ ഗ്യാരണ്ടി ഒരു തേങ്ങാപ്പുണ്ടാക്കി നമുക്ക് കിട്ടാൻ പോകാറുണ്ട്. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലയാണ് പാലക്കാട്. പാലക്കാടത്തെ ഈ ചൂടിന് പുറമെ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് ഇതൊക്കെ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ മത്സരിക്കുന്നത്. 3 പേരും പ്രഗത്ഭന്മാരാണ്. ആരായിരിക്കും ഈ പ്രാവശ്യത്തെ പാലക്കാടിൻ്റെ MP? അതിനുള്ള ഉത്തരം തേടി യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വടക്കുംതല വേലയിലാണ്. ജനങ്ങളുടെ പ്രതികരണം നമുക്ക് ആരായാം. അത് എന്താണ് പറയാന്നല്ല, എല്ലാവരും നല്ലൊരാളാണ്. അപ്പോൾ ആരെയും പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല. ശ്രീകണ്ഠനും കൃഷ്ണകുമാറും കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ്. നമുക്ക് LDFൻ്റെയാണ് ഒരു പ്രതീക്ഷയില്ലാത്തത്. ബാക്കിയുള്ളവർ LDF ഒന്നാലും വരുന്നില്ല എന്നാണ് അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇപ്പോൾ LDFൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ ചോദിച്ചാൽ അത് എന്താ പറയുക പറഞ്ഞാൽ അത് ഇവിടെ കുഴപ്പമില്ലാത്തതാണ്. LDFൻ്റെ അത് അങ്ങനെ ചോദിച്ചാൽ LDF ഭരണം എല്ലാതാണ്. പക്ഷേ അതിൽ ചില പ്രശ്നമുണ്ട്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചാൽ അത് LDF എന്താ പറയുക, പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലമാണെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലമാണെങ്കിലും LDFന് ഒരുപാട് പാലക്കാടിലെ മെയിനായിട്ടുള്ള UDFൻ്റെ ആയിരുന്നു ഇവിടെ എല്ലാം. ഇപ്പം അത് നമ്മളെ അപ്രത്യക്ഷമായിട്ട് വരുന്നത് BJP ആണ്. ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വാചകം എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഈ മോദിയുടെ ഗ്യാരണ്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഗുണം ചെയ്യുമോ? പാലക്കാടിനെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല. അത് നല്ല അഭിപ്രായം അല്ല ചോദിച്ചാൽ അല്ല. കാരണം കഴിഞ്ഞ 7 മാസമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, വിലക്കയറ്റം. ഇതിനെക്കുറിച്ച് ഞാൻ ഈ രാഷ്ട്രീയമായിട്ട് അല്ലല്ല, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പ്രതികരിക്കാമല്ലോ. ഒരു സാധാരണക്കാരൻ എന്ന നിലയിലൊരു പ്രതികരണമാണ് ഇത്. ഇവിടെ രാഷ്ട്രീയമില്ല. നമ്മൾ നല്ലൊരു വ്യക്തി, നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ UDF, ഞാൻ എൻ്റെ വീട് പുത്തൂരാണ്. അപ്പോൾ അവിടെ സംസാരിക്കുന്ന ചെയർപേഴ്സൺ BJP എല്ലാവർക്കും നല്ല ഗുണമാണ്. BJP രാഷ്ട്രീയമല്ല, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. PK ശ്രീകണ്ഠൻ്റെ 5 വർഷത്തെ പ്രവർത്തനം കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നു. ആണല്ലേ? അല്ല, മറ്റുള്ളവരിനെ മോശമല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. അതെ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കരുണാകരൻ്റെ മകള് പത്മജ BJPയിൽ ചേർന്ന് കഴിഞ്ഞ തെറ്റാണ് അല്ലേ? വളരെ തെറ്റാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അല്ല അതൊക്കെ BJPക്ക് ഇവിടെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിപ്പോൾ എങ്ങനെ പറയാൻ അറിയില്ല. അത് തെറ്റാണ്. ഞാനിവിടെ പാലക്കാടുള്ളതല്ല. അല്ല പുറത്തുള്ളതാണ്. പൊതുവെ എവിടെയാണ് സ്ഥലം? മലപ്പുറത്താണ്. എന്നാലും പൊതുവെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നോക്കി കാണുമ്പോൾ ആർക്കാണ് ഇപ്രാവശ്യം ഒരു അപ്രമാദിത്യം? LDFന് ചെറിയൊരു തൂക്കം കാണുന്നുണ്ട്. എന്തുകൊണ്ട് LDF? എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പോൾ ഭരണത്തിൻ്റെതും എല്ലാം കൂടി ആയിട്ടൊരു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ചെയ്തു നോക്കിയാണ്. പക്ഷെ അതൊന്നും കാര്യത്തിൽ പെട്ടില്ല, വെറുതെ പോയിരുന്നു. അപ്പോൾ പ്രാവശ്യം ജനങ്ങളൊന്നും മാറി ചിന്തിക്കും.
കേന്ദ്ര ഭരണത്തെക്കാൾ ഉപരി കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമാണ് അല്ലേ? ഈ ഭരണത്തിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കാണുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 7 മാസമായിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, വിലക്കയറ്റം രൂക്ഷം, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും മുടങ്ങിയിരിക്കണം, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ജീവനക്കാർക്ക് ചരിത്രത്തിൽ മുടങ്ങാന്ന് ചരിത്രത്തിൽ ഇല്ലാത്ത ശമ്പളം കിട്ടുന്ന അപ്പൊ ഒന്ന് മുടങ്ങണ്ടേ? അല്ല അതൊരു വലിയ പോയിന്റാണ്. അല്ല ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ പ്രതിസന്ധി കൊടുക്കുമ്പോൾ സർക്കാരിന്റെ അടുത്ത് കാശ് വന്നിട്ട് വേണ്ട കൊടുക്കാൻ. മറ്റുള്ളതിലൊന്നും എല്ലാം വരായി ഒന്ന് കുറഞ്ഞു, അപ്പൊ ഒന്ന് ശമ്പളം. പക്ഷെ ദൂരത്തിനൊട്ടും കുറവില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ട ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സ് ഇതിപ്പോ സാധാ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് ദൂരത്തിന് കുറവെന്ന് പറയാമല്ലോ, അതല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടായി. ഇതേ സാധനം 500-ന്റെ നിങ്ങൾക്ക് 200-ന്റെ ഇട്ടൂടെ? എന്തുകൊണ്ട് ഇടുന്നില്ല? അതുകൊണ്ടാണ് സർക്കാരിന്റെ ദൂരത്തല്ല എന്ന് പറയാനില്ല, പറ്റൂല. അപ്പൊ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ LDF-നാണ് ഒരു മുൻതൂക്കം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? പാലക്കാട് പൊതുവെ BJP-യുടെ ഒരു, അതായത് മോദിയുടെ ഒരു ഗ്യാരണ്ടി എന്നുള്ളൊരു, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പാലക്കാടാണല്ലോ നിൽക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു പ്രഭാവം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു BJP അനുകൂല, കാരണം കേരളത്തിലെ കോർപ്പറേഷൻ ഭരിക്കുന്നത് പാലക്കാട് BJP ആണ് അല്ലേ? കഴിഞ്ഞ ഇലക്ഷനൊക്കെ മുൻതൂക്കം വന്നതാണ്, അതുകൊണ്ടൊരു ചാൻസ് കാണുന്നുണ്ട്. VK ശ്രീകണ്ഠനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ UDF-ന്റെ അട്ടിമറി വിജയം നേടിയ MP എന്ന് പറയുന്നത്. അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ BJP ചേർന്നു. ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ ഈ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞ പാർട്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്പെഷ്യലായിട്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി വിവാദം പോലും നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ്. അഴിമതിയില്ലാത്തൊരു മന്ത്രിസഭ ഇല്ലല്ലോ. അഴിമതിയില്ലാത്തൊരു മന്ത്രിസഭ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. അഴിമതി ആരോപണം ഇല്ലാത്ത ഒന്ന് കാണിച്ചു തരും. എല്ലാവർക്കും അഴിമതി, എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വന്തം കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അഴിമതി വരണത്. ചെയ്യാം, പക്ഷേ അഴിമതി ആരോപണം തന്നെ എന്തായാലും ചെയ്യുന്നത് വെറുതെ ഒരാളിരുന്നാലും അതിനും അഴിമതി നടത്തുന്നുണ്ടെന്ന് പറയും. ചെയ്താലും ചെയ്തില്ലെങ്കിലും പറയല്ലേ? അല്ലാതെ വേറെ ഇല്ലല്ലോ, പോയിന്റ് വേണ്ട എന്തെങ്കിലും പറയണ്ട. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ അവർക്കും ഒരു ഇതുള്ളൂ. അല്ല, ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഭരണപക്ഷത്തിന് ഭരിച്ച് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടത് ഇരുത്തണ്ടല്ലോ. അത് പിന്നെ എന്തെങ്കിലും പ്രതിപക്ഷം വെറുതെ ഇരിക്കാനാണോ പോകുന്നത്? ചേട്ടൻ പാലക്കാട് ഇവിടുത്തുകാരനാണ്? ഞാൻ ഇവിടെ തന്നെ പ്രദേശവാസിയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഇപ്പോൾ ആലത്തൂരും പാലക്കാടൊക്കെ UDF ജയിച്ചത് തന്നെ ഒരു ചെറിയ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം അവരാണല്ലോ ജയിച്ചത്. ഈ പ്രാവശ്യവും സാധ്യത കാണുന്നുണ്ട് UDF-ന്. VK ശ്രീകണ്ഠന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് നല്ല പ്രവർത്തനമാണ്. എല്ലാ ചെറിയ പരിപാടിയിലും വലിയ പരിപാടിയും ഈ VK ശ്രീകണ്ഠൻ ഓടിയെത്താറുണ്ട് അല്ലേ? ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വാചകം ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു? ചെറുതായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം? ജനങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സാർ. അത് കാരണം അതിനൊരു ചെറിയൊരു സാധ്യതയുണ്ട് അല്ലേ? പക്ഷേ ജനങ്ങൾ ഇവിടെ LDF-ന് UDF-ന് അനുകൂലമായിട്ടാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പോലും സാധ്യതയില്ല BJP-ക്ക്. ഇപ്പോൾ ഇനി മാറ്റം വരുമെന്നറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ പൊതുവെ ജനങ്ങൾ പറഞ്ഞ സാധ്യത അദ്ദേഹം ഓടിച്ചാടി പല പ്രവർത്തനം നടത്തുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അനുകൂലം പല സർവേ റിപ്പോർട്ടും വന്നിരിക്കുന്നത് UDF-നോ LDF-നോ അനുകൂലമായിട്ടാണ്. ഇവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലമാണെങ്കിലും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും ഒരു കാലത്ത് CPM-ന് അല്ലെങ്കിൽ LDF-ന് അനുകൂലമായിരുന്നു. പാലക്കാട് പൊതുവെ അങ്ങനെ. അവിടെയാണ് VK ശ്രീകണ്ഠൻ അട്ടിമറി വിജയം നേടിയത്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ജനവികാരം ആ CPM-നോ അല്ലെങ്കിൽ LDF-നോ എതിരായിരുന്നോ അല്ലേ? അതുകൊണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പല പല വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ശബരിമല പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പം കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ഭരണത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏറ്റവും മോശമായ ഭരണമാണ്. കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും മോശമായതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളില്ല, മറ്റ് പഞ്ചായത്തുകൾക്കൊന്നുമില്ല. വളരെ മോശമായതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങിയിരിക്കുകയാണ്.
സാധാരണക്കാരന് ജനജീവിതം ദുസ്സഹമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഏറ്റവും മോശപ്പെട്ട ഭരണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ. അല്ല, അപ്പൊ ഈ ഒരു ഭരണത്തിന്റെ ബാധിക്കും തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? ബാധിക്കും. ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും അല്ലേ? അതുപോലെ അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായിട്ട് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? നിലനിൽക്കുന്നുണ്ട്. 8 മാസത്തിനുള്ള അതിന്റെ തീരുമാനം ആകുമെന്ന് പറയുന്നുണ്ട്. ഈ വടക്കുംതറ വേലയുടെ ഒരു പ്രത്യേകത എന്താണ്? ഞങ്ങൾ ഇവിടുത്തുകാരല്ല, അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ വടക്കുംതറ വേലയുടെ ഒരു പ്രത്യേകത? അത് ജനക്കൂട്ടം കൂടുതൽ കൂട്ടുന്നത് ആനകൾ, ജനക്കൂട്ടം, ആന. പാലക്കാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നതാണ് നെന്മാറ വല്ലങ്ങി. ഇത് ചെനക്കത്തൂർ പൂരം പറഞ്ഞ പ്രമുഖ വേദികൾ തന്നെ. ഒപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ മകള് പത്മജ BJP ചേർന്നിരിക്കുകയായിരുന്നു. അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചെറുതായിട്ട് ബാധിക്കും, വലുതായിട്ട് ബാധിച്ചില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ബാധിക്കും. ലീഡറിൻ്റെ മകളാണല്ലോ. തൃശ്ശൂരിൻ്റെ ആളുകൾ പറയുന്നത് ഒരു തരത്തിലും അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. ചെറിയതിലൊന്നും ബാധിക്കും, കാരണം ലീഡറിൻ്റെ മകളല്ലേ. പക്ഷെ കെ മുരളീധരൻ എന്താ പറയുക, തീർത്തും അതിനെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് ഈ പുള്ളിക്കാരത്തി പോയതിനോട്. അല്ലെങ്കിൽ അണികളൊന്നും കാര്യമായിട്ട് പോയില്ലെങ്കിൽ ചെറിയൊരു ശതമാനം ജനങ്ങൾ, സ്ത്രീകൾ ചിന്തിക്കുമല്ലോ ഈ കരുണാകരൻ മുഖ്യമന്ത്രിയുടെ മകള് കോൺഗ്രസ് തറവാട്ടിൽ നിന്ന് എന്തുകൊണ്ട് മാറി. അവരുടെ അവഗണനയാണ് പൊതുവെ പറയുന്നത് അല്ലേ? അവരിനെ അവഗണിച്ചപ്പോൾ അവരങ്ങോട്ട് മാറി. പക്ഷേ പിന്നെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സുഖസൗഭാഗ്യങ്ങളും അനുഭവിച്ചു. 2 പ്രാവശ്യം ഇലക്ഷന് നിന്നു, പിന്നെ എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പോകുന്നത് ശരിയായ ഒരു നടപടിയാണോ? അതല്ല. അല്ലേ? അത് BJP ഗുണം ചെയ്യും. അത് ചെറുതായിട്ട് ഗുണം ചെയ്യും. BJP ഗുണം ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ? ചെറുതായിട്ട് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് തറവാടിന്റെ കാരണവരുടെ മകളാണല്ലോ. ഈ ട്രിപ്പ് നമുക്ക് BJPക്ക് ചെയ്യണം, നരേന്ദ്രമോദിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് ഇരിക്കണേ അല്ലേ? എന്തുകൊണ്ട് BJP എന്ന് പറഞ്ഞാൽ അത്രയും വന്നിട്ടില്ലല്ലോ. ഈ ട്രിപ്പ് വരട്ടെ. ഇപ്പം ഇതുവരെ ചെയ്യണവർ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇപ്പോൾ ഇതുവരെ. അപ്പോൾ ഇനി അവർ വന്നാൽ ഒന്ന്. നിലവിലെ MP VK ശ്രീകണ്ഠൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? 5 വർഷം നമുക്ക് അത്ര ഇതായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു അട്ടിമറി വിജയം നേടിയ ആളാണ് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് അതായത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു അനുകൂല നിലപാടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് VK ശ്രീകണ്ഠൻ അട്ടിമറി വിജയം നേടിയത്. അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം ഒരു അട്ടിമറി വിജയം ഏതെങ്കിലും ഒരു മുന്നണിക്ക് നേടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പാലക്കാട് നിലനിൽക്കുന്നത് അല്ലേ? അതെ, പാലക്കാട് മാത്രം അങ്ങനെയാണ്. മോദിയുടെ ഗ്യാരണ്ടി, ആ വാക്യം പാലക്കാടത്തെ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കും? ഇതായിരിക്കും സാറേ, നല്ലതായിരിക്കും. ആ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഗ്യാരണ്ടി ആകുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് BJP ഭരണത്തിൽ വന്നത് ഇവിടുത്തെ കോർപ്പറേഷനിലാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ആ ഭരണം എങ്ങനെ പോകുന്നു? കൗൺസിലർമാരാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ചെയ്യണത്. നല്ലതായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? സാധാരണക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഭരണമാണോ? സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഭരണം കൊണ്ട്. അവര് പിരിവിന് മാത്രം വരും, വേറെ ഒന്നിനും അവരെ കൊണ്ട് ഉപകാരമില്ല. BJP തന്നെ ഏതിനും. ഇപ്പോൾ മോദി ഇറങ്ങിയതോടെ പാവങ്ങൾക്ക് അരിയും അതും സാധനങ്ങൾ പലതും എല്ലാം കൊണ്ടും നല്ല ഒരു എന്താണ് ജലം വന്നില്ലേ? അപ്പോൾ എല്ലാ വീട്ടുകളിലും ജനത് എല്ലാം കൊണ്ടും മോദി ഇറങ്ങിയതോടെ എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ്. മരുവാളും ചുറ്റിയൊക്കെ മാർക്സിസ്റ്റൊക്കെ വെറുതെയാണ്, ഒരു പ്രയോജനമില്ല. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് VK ശ്രീകണ്ഠൻ്റെ പ്രവർത്തനങ്ങളെ വലിയ കാര്യമായിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ബാധിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? ബാധിച്ചിട്ടില്ല, എന്നാലും BJP ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ആകണം. മോദിയുടെ ഗ്യാരണ്ടി പ്രാവർത്തികമാവുമെന്നാണ് പറയുന്നത്. അത്ര ആത്മവിശ്വാസത്തിലാണ് ആവണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പിണറായി വിജയന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടും ഒരുപാട് ആരോപണങ്ങളൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ നിന്നിട്ടും അഴിമതി കാണിച്ചിട്ടും ദൂരത്തിനൊരു കുറവില്ല സർക്കാർ. പാവങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 7 മാസമായി. വിലക്കയറ്റം അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങി. എല്ലാ ഇതിലും കൈയിട്ട് വരികയാണേ, എല്ലാ ഭരണത്തിലും പോയിട്ട്. BJPക്കാരങ്ങനെ ഒന്നിനും നിൽക്കില്ല. അവരെല്ലാം കൊണ്ടും എല്ലാം നല്ല
കോൺഗ്രസിലെ നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്നലെ BJP-യിൽ ചേർന്നിട്ടുണ്ട്. അത് BJP-ക്ക് ഇപ്രാവശ്യം ഗുണമായിട്ട് മാറുമോ? വോട്ടിൽ ഗുണമായിട്ട് മാറുമോ? പക്ഷെ അവർക്ക് സീറ്റ് കിട്ടുന്നില്ലല്ലോ. എങ്ങനെ വോട്ട് ചെയ്താലും സീറ്റ് കിട്ടണ്ടേ? അവർ കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ല, ഇത്രയും കിട്ടി ജയിച്ചാൽ ഇത്രയും കാലം സേവിച്ച ഒരു പാർട്ടിയെ ചതിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മാറിയത് ശരിയായ നടപടിയാണോ? ഇത്രയും കാലം പ്രവർത്തിച്ചത് കോൺഗ്രസ്സിലാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തനിക്ക് ഒരു സ്ഥാനമാനങ്ങൾ നൽകുന്നില്ല എന്നതിൻ്റെ പേരിൽ മാറുന്നത് ശരിയാണോ? അങ്ങനെ മാറുന്നത് ഒരു ചതിയല്ലേ സത്യത്തിൽ? അങ്ങനെ മാറുന്നതിന് നമ്മുടെ മനസാക്ഷിക്ക് എന്താ തോന്നുക? അതല്ല നമ്മൾ ചെയ്യുള്ളൂ. നമ്മുടെ മനസാക്ഷിക്ക് തോന്നണത് നമ്മൾ ഏത് കാര്യം നമ്മൾ ചെയ്യും. കൃഷ്ണകുമാർ, എന്തുകൊണ്ട് BJP? BJP നരേന്ദ്രമോദി മെയിനായിട്ട്. നരേന്ദ്രമോദി മെയിനായിട്ട്, അതുകൊണ്ടാണ് BJP-യിലേക്ക്. നരേന്ദ്രമോദി ആൾ നല്ല ആക്റ്റീവാണ്. സോ അവരുടെ കീഴിൽ നമ്മൾ കേരളം വരികയാണെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടി ഉയർച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണല്ലേ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നൊരു വാക്യമാണ് മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ആ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പിലാകുമോ? ആവുമായിരിക്കാം, നോക്കാം. BJP-ക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് UDF-ന്റെ VK ശ്രീകണ്ഠനാണ് ഇവിടുത്തെ MP. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നോ കമന്റ്സ്. അതിനർത്ഥം നോക്കിയിട്ടില്ല. എന്നാലും ഈ പൊതുവെ പാലക്കാടിൻ്റെ ഒരു സ്വഭാവം ഒരു കാലത്ത് CPM-നെ അല്ലെങ്കിൽ LDF-നെ പിന്തുണച്ചൊരു രീതിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം VK ശ്രീകണ്ഠൻ അട്ടിമറി വിജയം നേടിയതാണ് UDF-ന്റെ. ഈ പ്രാവശ്യവും അതുപോലെ ഒരു അട്ടിമറി വിജയം ഒരു മുന്നണിക്ക് കിട്ടും എന്ന് തോന്നുന്നുണ്ടല്ലേ? ഇവിടെ കേരളത്തിൽ കൂടുതലായിട്ടും BJP ജയിച്ച് കണ്ടിട്ടില്ല. പിന്നെ UDF LDF ആയിരിക്കാം മേ ബി. കേരളത്തിൽ ആദ്യമായിട്ട് പാലക്കാടാണ് ഒരു നഗരസഭ BJP ആണ് ഭരിക്കുന്നത് അല്ലേ? അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമോ? തോന്നുന്നില്ല. കാരണം ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും കുറേ ആയിട്ട് ആർക്കാണോ വോട്ട് ചെയ്ത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. മാറ്റി ചിന്തിക്കാൻ കേരളത്തിലുള്ളവർക്ക് ചെയ്യില്ല തോന്നുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത് അല്ലേ? എങ്ങനെ വിലയിരുത്തുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ? നല്ലതല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ലതല്ല. ഓക്കെ, എന്തുകൊണ്ട് നല്ലതല്ല എന്നുള്ളൊരു ചോദ്യം ഞാനിപ്പോൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് 7 മാസത്തോളമായിട്ട് പെൻഷൻ ഇല്ല, വിലക്കയറ്റം രൂക്ഷം, സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും മുടങ്ങിയിരിക്കുകയാണ്. സാധാരണ ജനജീവിതം ദുസ്സഹമാണ്. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. നല്ലതല്ല, ഒരുപാട് നല്ലതല്ല എന്ന് പറഞ്ഞത്. ഒരുപാട് നല്ലതല്ല ഭരണം അല്ലേ? കാരണം പെൻഷൻ മുട്ടിയാൽ തന്നെ കുറേ ആൾക്കാർക്ക് എല്ലാ ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ ആയാലും വിധവ പെൻഷൻ ആയാലും ഒക്കെ മുടങ്ങി നിൽക്കുകയല്ലേ. അതന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരായിട്ട് ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മകൾക്കെതിരായിട്ട് വന്ന മാസപ്പടി വിവാദം പോലും അല്ലേ? ഇത്രയൊക്കെ ആരോപണങ്ങൾ കേട്ടിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. ഇങ്ങനത്തെ ഒരു ഭരണാധികാരിയാണോ നമുക്ക് വേണ്ടത്? അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യണു. കുടുംബത്തിന് വന്ന ആരോപണങ്ങളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം താൻ എന്ത് ചെയ്യണോ അത് തന്നെ ചെയ്തിട്ട് പോകണമെന്നല്ലേ? അങ്ങനത്തെ ഒരു മനോഭാവം വെച്ച് അങ്ങനെയാണ്. കാരണം കുടുംബത്തിനെ എഫക്ട് ചെയ്യണില്ല തോന്നുന്നു മേ ബി അവരുടെ ഇതിൽ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നു. അത് BJP-ക്ക് ഈ ഇലക്ഷന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കാരണം ഇത്രയും നാളെ പോറ്റി വളർത്തിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഇപ്പോൾ ഇവർ മാത്രമല്ലല്ലോ, അങ്ങനെ തോന്നിയവരൊക്കെ മാറുന്നുണ്ടല്ലോ. BJP-ന് കോൺഗ്രസിലേക്ക് ആവാം, കോൺഗ്രസിന് BJP-ക്ക് ആവാം, ഓരോരുത്തരുടെ അഭിപ്രായം. പക്ഷേ ഇതിപ്പോൾ ആസന്നമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ മാറുമ്പോൾ അതൊരു ശരിയായ നടപടിയായിട്ട് തോന്നുന്നുണ്ടോ? ശരിയായ നടപടിയൊന്നുമല്ല, പക്ഷെ എന്നാലും അല്ല. ഓക്കെ, പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള മനസാക്ഷി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സിദ്ധാർത്ഥിൻ്റെ മരണം വയനാട്ടിലെ അല്ലേ? അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പൊതുസമൂഹത്തിലൊരു വ്യക്തി എന്ന നിലയിൽ, കാരണം നമുക്കും സഹോദരങ്ങളുണ്ട്, ദൂരെ പഠിക്കാൻ പോകുന്ന അനിയന്മാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതുപോലെ നാളെയും ആവർത്തിക്കപ്പെട്ടാൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? കുറേ കേസുകൾ അങ്ങനെ തന്നെ ആവർത്തിക്കപ്പെടാതിരിക്കാം. അല്ല, അപ്പോൾ അതിനൊക്കെ ഒരു ശക്തമായിട്ടുള്ളൊരു നടപടികളൊന്നും വന്നിട്ടില്ലല്ലോ. കുറേ കേസുകൾ വന്നിട്ടും അതിനൊന്നും ഗവൺമെന്റ് അതിൻ്റെതായ രീതിക്കൊന്നും എടുക്കുന്നില്ല. അതൊക്കെ ഗവൺമെന്റ് പരാജയമല്ലേ? അത് തന്നെയാണ്. കൃഷ്ണകുമാർ, എന്തുകൊണ്ട് കൃഷ്ണകുമാർ? BJP വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? മോദിയുടെ ഗ്യാരണ്ടി ആ ഒരു വാക്യം കേരളത്തിൽ ഗുണം ചെയ്യുമോ? ചെയ്യാനാണ് സാധ്യത.
നമ്മൾ അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടായിരിക്കാം? നല്ല വാഗ്ദാനമാണ്. നല്ല വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിറവേറും അല്ലേ? ഇപ്പോൾ VK ശ്രീകണ്ഠനാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് പാലക്കാടിൻ്റെ MP. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? വലിയ രാഷ്ട്രീയമൊന്നും അങ്ങനെ അറിയില്ല. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഞാനത് പാലക്കാടിൻ്റെ MP ആണ് അദ്ദേഹം. MP-യിൽ രാഷ്ട്രീയമില്ല. ഇപ്പം നാളെ BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നാലും അതിൽ രാഷ്ട്രീയമില്ലല്ലോ. പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടോ VK ശ്രീകണ്ഠൻ? അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും നമുക്ക് അറിയില്ല. അല്ല, എന്നാലും പൊതുസമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു MP എന്ന നിലയിൽ നല്ല പ്രവർത്തനങ്ങളാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ കാഴ്ചപ്പാടിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സാധാരണഗതിയിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലമായാലും നിയമസഭാ മണ്ഡലമായാലും LDFന് അനുകൂലമായിട്ട് ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം അട്ടിമറി വിജയത്തിലൂടെയാണ് VK ശ്രീകണ്ഠൻ വിജയിച്ചത്. ഈ പ്രാവശ്യം അതുപോലൊരു അട്ടിമറി വിജയം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഉണ്ടാവും തോന്നുന്നു? പറയാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ ആ വോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അല്ലേ? ആയിരിക്കും. അപ്പം കേരളത്തിലെ പ്രമുഖ ഒരു കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. ആ BJP പ്രവേശനം നമ്മുടെ കേരളത്തിലെ BJP-ക്ക് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പാലക്കാട് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? മാറ്റം ഉണ്ടാവും ഉറച്ചു വിശ്വസിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോൾ മോശമാണ്. ആൾക്കാരുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നാനുള്ളത്? സാമ്പത്തികമായിട്ട് എല്ലാവരും പിന്നാക്കണം. പണം പ്രശ്നം തന്നെ. പണം ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ സർക്കാർ കടന്നുപോയി. അതുകൊണ്ടാണോ ഇങ്ങനെ അലംഭാവം? പറയാൻ പറ്റില്ല. പക്ഷെ ദൂരത്തിനൊട്ടും കുറവില്ലെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം ഈ 7 മാസമായിട്ട് പെൻഷൻ ഇല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, കടുത്ത വിലക്കയറ്റം. സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരായിട്ട് ഒട്ടനവധി ആരോപണങ്ങൾ. ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് മാസപ്പടി വിവാദം. അതിന് തെളിവ് സഹിതം പുറത്തു വന്നിട്ടും അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല അദ്ദേഹം. അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണോ നമുക്ക് വേണ്ടത് ഇനി? അതല്ല വേണ്ടത്. കാര്യങ്ങളെ ബുദ്ധിമുട്ട് അറിയണം. ഞാൻ പ്രസ് ഫീൽഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഫീൽഡ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രസ് ഫീൽഡ് കംപ്ലീറ്റ് ബ്രേക്കാണ്. വർക്കില്ല. ഓരോ പ്രസ്സുകളും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർക്കാരിൻ്റെ ഈ നയങ്ങളൊക്കെ മാറിയില്ലെങ്കിൽ നിയമം ഭയങ്കര പ്രശ്നമാണ്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതെല്ലാം തിരിച്ചടിയാവുമോ സർക്കാർ? അത് കണ്ടറിയാൻ വേണം. ഒപ്പം ജനങ്ങളിപ്പോൾ അവിടെ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള മനസ്സാക്ഷി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് സിദ്ധാർത്ഥിൻ്റെ മരണം. വയനാട് അല്ലെ, അതിമൃഗീയമായിട്ട് കൊല്ലപ്പെട്ട ഒരു സിദ്ധാർത്ഥ്. നമ്മുടെ മകനോ ചേട്ടനോ അനിയനോ ഒക്കെ ഇതുപോലെ അല്ലേ? അത്തരം ഒരു മരണം നടന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അലംഭാവം തുടരുകയാണ്. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? അല്ല, എന്നാലും നമ്മുടെ വീട്ടിലാണ് ഇതുപോലത്തെ ഒരു ദുരന്തം ഉണ്ടായെങ്കിലും പാടില്ല. ശക്തമായിട്ടുള്ള നടപടികളൊക്കെ ഇതിനെതിരെ കൈക്കൊള്ളണ്ടേ? സർക്കാർ ഇങ്ങനെ മൗനം പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് എവിടെ നിന്ന് നീതി ലഭിക്കും? സാധാരണക്കാരന് നീതി കിട്ടാത്ത കാലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ഒരു മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? BJP എന്തുകൊണ്ട് BJP? നമ്മൾ BJP എന്നുള്ളൊരു പേരെടുത്ത് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? പ്രത്യേകിച്ച് എല്ലാവർക്കാണ് കൊടുക്കുന്നത്. അവർക്കാണ് നമുക്ക് എല്ലാം കൊണ്ടും ഒരു പറഞ്ഞോളൂ ഉണ്ടല്ലോ. മോദിയുടെ ഗ്യാരണ്ടി എന്നൊരു വാക്യമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ട് ഉയർത്തി കാണിക്കുന്നത്. ആ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിശ്വസിക്കാം അല്ലേ? ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് VK ശ്രീകണ്ഠനാണ് പാലക്കാടിൻ്റെ MP. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ MP ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? വലിയ കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. ഓക്കെ, എന്നിട്ടും BJP വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. BJP വരണം. നമുക്ക് രണ്ട് കൂട്ടരും ശ്രീകണ്ഠനും വന്നാൽ നന്നായിരിക്കും. BJP വന്നാലും നന്നായിരിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ?
കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന പത്മജ ഇന്നലെ BJP ചേർന്നു. ചേർന്ന് കഴിഞ്ഞു. ചേർന്നു. ഇന്നലെ അംഗത്വം സ്വീകരിച്ചു. BJP ഇന്ന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് തിരുവനന്തപുരത്ത് പത്മജയ്ക്ക് കൊടുത്തത്. ഇത്രയും കാലം കോൺഗ്രസിലായിരുന്ന പത്മജ ഇന്നിപ്പോൾ BJPയിൽ എത്തിയിരിക്കുകയാണ്. അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഈ ഇത്രയും നാള് നിന്നൊരു ഇത്രയും നാള് നിന്നൊരു പ്രസ്ഥാനത്തിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് ചേർന്ന പത്മജയുടെ ആ ഒരു നിലപാട് ശരിയാണോ തെറ്റാണോ? ഒരു കുടുംബം അങ്ങനെ ആയതുകൊണ്ട് ശരിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്നത് അതായതുകൊണ്ട് നമുക്കതും അവർ വിശ്വസിക്കുന്നതിൽ അവരെ കുടുംബം അങ്ങനെ ആയതുകൊണ്ട് അവർ ചെയ്തതും അതെ, പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആയതുകൊണ്ട് അത് ചെയ്തത് നിലപാട് ശരിയല്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ VK ശ്രീകണ്ഠനാണ് നിങ്ങളുടെ MP. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് BJP ഇപ്രാവശ്യം വോട്ട് ചോദിക്കുന്നത്. പാലക്കാടിന്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം അനുസരിച്ച് BJPക്ക് ഇവിടെ എത്രത്തോളം വിജയസാധ്യതയുണ്ട്? BJPക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ഓൾറെഡി. ഇന്ത്യ മുഴുക്കെ മോദിക്കും ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണോ പറയുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഓരോ ജനങ്ങളുടെ കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ ഇന്നലെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് നോ കമന്റ്സ്. എനിക്കറിയില്ല, അത് അവരുടെ പേഴ്സണൽ ഇതല്ലേ. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ കേരളം പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തും? നല്ല ഭരണമാണ്. എന്തുകൊണ്ട് നല്ല ഭരണം? എന്തുകൊണ്ടൊന്നുമില്ല, ഞാൻ ജനറലി പറഞ്ഞു. പാലക്കാട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ MP രാജേഷുള്ളപ്പോൾ രാജേഷേട്ടനായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് VK ശ്രീകണ്ഠനാണ് പാലക്കാടിന്റെ MP. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? പ്രവർത്തനം കണ്ടാ പറയായിരുന്നു, ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ ആളെ കാണാറില്ല. ഇല്ല, പൊതുവെ കുറച്ച് മങ്ങിയ പ്രവർത്തനമായിരുന്നു. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം അട്ടിമറി വിജയത്തിലൂടെയാണ് അദ്ദേഹം MP സ്ഥാനത്തേക്ക് എത്തിയത്. അതുവരെ ഇവിടെ LDFന് സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു അല്ലെ? അത് ലോകസഭയിലായാലും നിയമസഭയിലായാലും. എന്നിട്ടും എന്തുകൊണ്ടൊരു അട്ടിമറി വിജയം അദ്ദേഹം നേടി? അട്ടിമറി എന്ന് പറഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിക്കുള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു. പിന്നെ തീർച്ചയായും അത് നമുക്ക് ഉറപ്പിച്ച സീറ്റായിരുന്നു. ഉള്ളിലുള്ള പ്രശ്നങ്ങളും പിന്നെ പൊതുവെയുള്ള പ്രശ്നങ്ങൾ കാരണമായിരുന്നു അതിൻ്റെ എന്താ പറയുക പിന്നെ ഇന്ത്യയിൽ BJP വിരുദ്ധ ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് ജയിപ്പിച്ചു വിട്ടത്. പക്ഷെ അതൊന്നും നടന്നില്ല, അത് വേറെ കാര്യം. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാചകവുമായിട്ടാണ് ഇപ്രാവശ്യം BJP ഇറങ്ങുന്നത്. അത് പാലക്കാട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ജസ്റ്റ് ഇലക്ഷൻ ജയിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വയലാഭത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇതിലിപ്പോൾ വലിയ ഗ്യാരണ്ടി ഒരു തേങ്ങാപ്പ് ഉണ്ടാക്കി നമുക്ക് കിട്ടാൻ പോകാറില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP കോർപ്പറേഷൻ ഭരിക്കുന്നത് പാലക്കാടിലാണ്. അതിൻ്റെ ഒരു സ്വാധീനം ഇവിടുത്തെ വോട്ടർമാരിൽ ഉണ്ടാവും? ഇവിടുത്തെ വോട്ടർമാർ ഏറ്റവും കൂടുതൽ BJPക്കാരാണ്. പൊതുവെ നിങ്ങളിവിടെ നടന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടാലും നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവർ വിശ്വസിക്കുന്നത് BJPയിലാണ്. അത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പാർട്ടി എന്ന് ഉപരി അവർ വിചാരിക്കുന്നത് നമ്മുടെ ഈ അമ്പലങ്ങളും കാര്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറം ആയിട്ടാണ് അവർ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ വോട്ട് ചെയ്യണത്. അതിൻ്റെയാണ്, അല്ലാണ്ട് ഇപ്പോൾ BJP എന്ന് പറഞ്ഞിട്ടല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കും. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് CPM അല്ലെങ്കിൽ LDFൻ്റെ ഒരു ഇതാണെന്നാണ് നമുക്ക് ചരിത്രം എടുക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. എന്നിട്ട് പോലും UDF ഇവിടെ ജയിക്കേണ്ടായില്ലേ? ഇവിടെ ജയിക്കേണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ ഉൾപാർട്ടിയിലെ പോരോ അങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ്. തീർച്ചയായും കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഭരണത്തെ അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊരു സാധനത്തിനാണെച്ചാലും കുറേ പോസിറ്റീവ് ഘടകങ്ങളുണ്ട്, നെഗറ്റീവ് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്തിട്ട് പറയാനും പറ്റില്ല, നെഗറ്റീവ് മാത്രം എടുത്തിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ മിക്സഡ് ഒപ്പീനിയനാണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെ അതിൽ കുറേ നെഗറ്റീവ്സും ഉണ്ടാവും, അതിൽ തന്നെ പോസിറ്റീവ്സും ഉണ്ടാവും. ആൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ആളുടെ എന്താ പറയുക പിടിവാശി എന്ന് പറയാൻ പറ്റില്ല, ആളുടെ കുറച്ച് നിലപാടുകളുണ്ട്. അപ്പോൾ ആ എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും അത് മാറ്റിയിട്ടില്ല. അത് ആരൊക്കെ പറഞ്ഞാലും എടുത്ത നിലപാടിന്ന് മാറ്റിയില്ല. അത് കുറേയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ച് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി ഇറങ്ങിയപ്പോൾ
ഒരു സഹോദരി പറഞ്ഞു, വളരെ മികച്ച ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുന്ന അത് അത്രയും ആളുകൾ ഞാൻ പറയട്ടെ ചേട്ടാ, അപ്പൊ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ആളുടെ വിചാരത്തിൽ ചിലപ്പോൾ ആളിനെ കളിയാക്കണ പോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ആഫ്റ്റർ ഓൾ ആളൊരു മനുഷ്യനാണ്. ഇപ്പൊ അതേപോലെ എല്ലാ രാഷ്ട്രീയക്കാരും പലതും പറയാറുണ്ട്. നമ്മൾ അതൊന്നും എടുക്കാറില്ലല്ലോ. നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു, അതുമാത്രമല്ലല്ലോ പല രാഷ്ട്രീയക്കാരും പലതും പറയാറുണ്ട്. അദ്ദേഹത്തിന് ധാർഷ്ട്യം കൂടുതലാണെന്ന് പൊതുവെ ഒരു ആള് കുറച്ച് എന്താ പറയുക ഉറച്ച തീരുമാനമുള്ളതാണ്. അതിന് ആൾക്ക് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആൾ ആ ഉറച്ച തീരുമാനത്തിൽ നിൽക്കും. അത് ആക്ച്വലി അത് നല്ലൊരു പോയിന്റാണ്. ഇപ്പോൾ മറ്റേത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും അയ്യോ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറി പോകുന്നില്ലല്ലോ. ആളെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ധൈര്യം കാണിക്കേണ്ട ആൾ. അത് നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആൾ വ്യക്തമായിട്ട് പറയില്ലേ. അത് നല്ലൊരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, ചരിത്രത്തിലാദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഭയങ്കര അവഗണനയുണ്ട്, അറിയാലോ. അതിന് പുറമെ ഇപ്പോൾ കുറേ അഴിമതി കാര്യങ്ങളും വന്നു. അതെനിക്ക് വലിയ പിടുത്തല്ല, ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ നിൽക്കില്ല. പക്ഷെ എന്താണ് മൊത്തത്തിൽ കുറച്ച് ഡിമ്മാണ്, കാര്യമില്ല. ഇനി ഇലക്ഷൻ വരല്ലേ, അതിൻ്റെ എന്തായാലും ഉണ്ടാവും. ആളിതിനെ ഒരിക്കലും എന്താ പറയുക അതിനെ എതിർക്കണമില്ല, ന്യായീകരിക്കണമില്ല, ഒന്നും പറയില്ല. അത് നടക്കട്ടെ, ഇതാവട്ടെ, അത് അന്വേഷിക്കട്ടെ, തെളിയട്ടെ. ഇതേ സമയത്ത് തന്നെ CPM-ന്റെ സെക്രട്ടറി ആയിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ച് പോയിട്ട് ഇത് ആരോപണങ്ങളൊക്കെ നേരിടുകയാണ് ഉണ്ടായത്. ഇതിപ്പോ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരന്വേഷിക്കട്ടെ. അതിലിപ്പോൾ നമ്മൾ കൈകെടുത്തോണ്ടിരിക്കുക. അപ്പോൾ ആൾ അതിനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല. മകളുടെ കാര്യം മകൾ നോക്കട്ടെ. അതിനിപ്പോൾ ആൾക്ക് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ മകൾ അച്ഛൻ ഉപരി ആളൊരു മിനിസ്റ്ററാ, CM. അതിനിപ്പോൾ ഇതായി എന്താണ് അത് തലയിൽ വെച്ചിരിക്കേണ്ട കാര്യമില്ല. ആൾക്ക് 100 കൂട്ടം വേറെ പണിയില്ലേ, എന്തിനത് മാത്രം തലയിൽ വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് കേരള മനസാക്ഷി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വയനാട് സിദ്ധാർത്ഥിന്റെ മരണം, അല്ലേ? അതെ, നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി മോളെന്ന് പറഞ്ഞു കൊടുക്കണതല്ലല്ലോ. അങ്ങനെ കൊല്ലണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഒരിക്കലും അല്ല. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പാർട്ടിയിലും ക്രിമിനൽസ് ഉണ്ട്. എല്ലാ പാർട്ടിയിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനെ ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടി അങ്ങനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുകയാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് ഭയങ്കര പൊളിറ്റിക്സ് ഈ ഇടയിൽ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഇലക്ഷനാണ്, കാര്യങ്ങളാണ്, ഇപ്പോഴേ വോട്ട് വീഴുള്ളൂ, ഇപ്പം ഇങ്ങനെ പറഞ്ഞാലേ വോട്ട് വീഴുള്ളൂ, അത് തീർച്ചയായും അറിയണമുണ്ട്. അതിൽ കുറേ അധികം രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സ്വന്തമായിട്ടുള്ള മുതലെടുപ്പ്, അത് വലിയ കാര്യമൊന്നും ആക്കില്ല. അദ്ദേഹം ഒരു വാക്കുപോലും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ ഇത്രയും, അതായത് വളരെ മൃഗീയമായിട്ടാണ് മരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞാൻ പറയട്ടെ, ഇപ്പം ഇഷ്ടംപോലെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതിപ്പോൾ മീഡിയക്കാർ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് മാത്രമാണ്. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടോ? എത്രത്തോളം ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, എത്രത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമുക്ക് കാണാവുന്നത്. അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയാസ് കുറേ എണ്ണം മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ പേഴ്സണലി പ്രോഫിറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് കുറേ കേസുകൾ വലുതായിട്ട് വന്നിട്ട് എലി പോലെ പോയ ചരിത്രമുണ്ട്. അതുപോലെ ചില ഇഷ്യൂസ് മാത്രമാണ് നമുക്ക് കാണുന്നത്. 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൽ എത്ര കേസ് വരുന്നുണ്ട്, എത്ര പീഡനങ്ങൾ വരുന്നുണ്ട്. അതിൽ ചില പീഡനങ്ങൾ മാത്രം നമുക്ക് വലുതായിട്ട് തോന്നുന്നു. ഒരിക്കലും അല്ല, എല്ലാ കേസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എല്ലാറ്റിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? ഞങ്ങൾ എന്തായാലും കൃഷ്ണകുമാറേട്ടനെ വോട്ട് ചെയ്യുള്ളൂ. BJP-യുടെ. എന്തുകൊണ്ട് BJP? ഞങ്ങൾ ചെറുപ്പം തൊട്ടേ BJP ആണ്. ചെറുപ്പം മുതലേ BJP ആയതിന്റെ കൊണ്ടാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ്. പിന്നെ അവർ വന്നതുകൊണ്ട് നല്ല മുന്നേറ്റമുണ്ട്. പാലക്കാട് വികസനം ഉണ്ട്, എന്നാലും ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വാചകമാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. ആ ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകുമോ? തീർച്ചയായിട്ടും ചെലവാകും. ഏത് തരത്തിൽ?
ഏത് തരത്തിൽ ചോദിച്ചാ ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ അല്ല എന്നാലും അറിയില്ല. പ്രത്യേകിച്ച് പാലക്കാട് ആ ഗ്യാരണ്ടി നടപ്പിലാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. തീർച്ചയായും. വി കെ ശ്രീകണ്ഠനാണ് നിലവിലെ പാലക്കാടത്തെ MP എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതിനെ കുറിച്ച് എനിക്കറിയില്ല. അറിയില്ല. എന്നാൽ പൊതുവായിട്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ TV മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവെ അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ വിലയിരുത്തുന്നത്? സോറി, എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ആയിക്കോട്ടെ, കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? അത് പറയാനില്ല. വാക്കുകളില്ല. വാക്കുകളില്ല എന്നുള്ളതിനർത്ഥം മോശമാണെന്നാണോ? തീർച്ചയായിട്ടും. അതിലെന്താ മാറ്റം? തീർച്ചയായിട്ടും സാധാരണക്കാരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധാരണക്കാരി പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ? വെല്ലുവിളികൾ കുറെ ഉണ്ട് പറയാൻ. പറയൂ. പക്ഷെ ഇപ്പൊ പറയാൻ സമയമില്ല. ഒരു 2-3 പറയൂ. 2-3 പറയാൻ എന്താ പറയാ? എടുത്തു പറയാൻ പോയാ സാധനങ്ങളുടെ വിലക്കയറ്റം എടുത്തു പറയാൻ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അല്ലേ? നിങ്ങളുടെ ദിവസമാണ്. ഞങ്ങളുടെ ദിവസമാണ്. വനിതകൾ എത്രത്തോളം സുരക്ഷിതരാണ് ഈ സർക്കാരിൻ്റെയൊക്കെ ഭരണത്തിന് കീഴിൽ? എങ്ങനെ ചിന്തിക്കുന്നു അതിനെ? എങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചോദിച്ചാ വനിതാ സംരക്ഷണത്തില് നമ്മുടെ സംസ്ഥാനം മുൻപിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ തന്നെ. അത്രേ ഉള്ളൂ. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ തന്നെ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുമ്പിലാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ? കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ ഇല്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ചരിത്രത്തിൽ ചരിത്രത്തിൽ പെട്രോളിന്റെ വിലക്കയറ്റം പറയുമ്പോൾ നമ്മൾ കേന്ദ്രത്തിന്റെ കാര്യം കൂടി പറയേണ്ടി വരും അല്ലേ? ശരിയല്ലേ? ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വരെ മുടങ്ങിയിരിക്കുകയാണ്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ? പിണറായി വന്നാൽ എല്ലാം ശരിയാവുന്നല്ലേ? ശരിയാക്കട്ടെ. ശരിയായിട്ടില്ല. അതുകൊണ്ടല്ലേ എത്ര തറപ്പിച്ച് സംസാരിക്കണം. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായിരുന്ന പത്മജ BJPയിൽ ചേർന്നു. അത് എത്രത്തോളം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്? അറിയില്ല. എന്നാലും ഇത്രയും കാലം പ്രവർത്തിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിട്ടിട്ട് പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി BJP ചേർന്നിരിക്കുക. അത് ശരിയായൊരു നിലപാടായിട്ട് തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും ഇപ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് BJP ആണ്, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് BJPനെ പിന്തുണയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ളതാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് ശരിയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് ഒന്നും കാണാണ്ട് പോകില്ല. അങ്ങനത്തെ ഒരു നിലപാട് ശരിയല്ലല്ലോ. ശരിയാണോ? നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ ആരാണ് മാറി പറഞ്ഞത്? പത്മജ മാഡം. അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്നുള്ളത്. എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് എന്തുമാത്രം ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റില്ല. കേരള സമൂഹം ഈ കഴിഞ്ഞ കുറച്ചായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സിദ്ധാർത്ഥിന്റെ മരണം. വയനാട് ആ സർവകലാശാലയിൽ മരണപ്പെട്ട അതിക്രൂരമായിട്ടാണ് ആ വിദ്യാർത്ഥി മരണപ്പെട്ടത്. അതിനോട് നമുക്കും സഹോദരങ്ങളുണ്ട്, ദൂരെ പോയി പഠിക്കുന്ന മക്കളുണ്ടാകാം. ഈ ഒരു അവസ്ഥ ഇനിയും തുടർന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ മുന്നോട്ടുള്ള? പഠിക്കാൻ പറ്റില്ല. അല്ല, ഈ നിലപാടുകൾ ശരിയാണോ സർക്കാർ? ശരിയല്ലല്ലോ. അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വന്നാൽ എല്ലാം ശരിയാവുന്നല്ലേ പറയുന്നത്. അല്ല, ആ മരണത്തിനോട് കാണിച്ച അനീതി പോലും കേരള സമൂഹം മൊത്തം ചർച്ച ചെയ്യാണ്. അതെ, പക്ഷെ അതിനെന്താ തീരുമാനം എടുത്തെന്നുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇനി ആവർത്തിക്കപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ള? പെടുമല്ലോ. ഇപ്പൊ എത്രയോ അങ്ങനെ ആവർത്തിച്ചില്ലേ? ഇപ്പൊ ഇതും ആവർത്തിച്ചില്ലേ? ഇനി ഇതിന് പിന്നാലെ ഇതേപോലെ ഒരുപാട് ഉണ്ടാവും. സർക്കാർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ?